ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് രാവിലത്തെ വിശേഷങ്ങളെല്ലാം ഒന്നും കാണിക്കണില്ല. നമ്മൾ ലൈവിൽ വന്നപ്പോൾ ഒന്നോ രണ്ടോ പേരോ അതിൽ കൂടുതലൊന്നും ആരും പറഞ്ഞിട്ടില്ല നമ്മളോട് ലഞ്ച് ബോക്സിൻ്റെത്, അതായത് ലഞ്ച് ബോക്സിൻ്റെ രാവിലത്തെ പ്രിപ്പറേഷൻ ഒന്ന് കാണിക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മൾ എന്താ പറയുക, ചോറ് അരിയൊക്കെ ഇട്ടിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കണം. പിന്നെ എന്താ പറയുക, ഇന്ന് രാവിലത്തേക്ക് ഗോതമ്പ് കൊണ്ടുള്ള ദോശയാണ് ഉണ്ടാക്കണം. അപ്പോൾ അതിലേക്ക് ചെറുപയർ കറി ഞാനത് കുക്കറിൽ തന്നെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ടാണ് അടുക്കളയ്ക്ക് കയറിയിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനങ്ങനെ എന്താ പറയുക, രാവിലത്തെ ഓൾറെഡി നമ്മളെ കുക്കിങ്ങിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കലുണ്ട്. കാരണം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ചോറും കറിയൊക്കെ ആയതിനു ശേഷം പിന്നെ ലാസ്റ്റ് ഞാൻ എപ്പോഴും മക്കളുടെ ചോറും പാത്രത്തിലേക്ക് ചോറും കറിയൊക്കെ വെക്കണത് ഞാൻ എപ്പോഴും വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നെന്തായാലും ലഞ്ചിൻ്റെ സംഭവങ്ങളൊക്കെ മാത്രം കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ ദോശയും കറി അതൊന്നും ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ എന്തായാലും വെള്ളമൊക്കെ തിളച്ചു, അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ അവർക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഉണ്ടാക്കണത് കോളിഫ്ലവറാണ്. കോളിഫ്ലവർ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. തത്തയ്ക്കാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ, കുറച്ച് ചൂടുവെള്ളം വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കോളിഫ്ലവർ എപ്പോഴും കഴുകിയിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിനാണ് ഞാനവിടെ വെള്ളം വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ആ ഒരു വെള്ളം ചൂടാവുന്ന സമയം കൊണ്ട് ഞാൻ ഫ്രിഡ്ജിലാണ് നമ്മളെ കോളിഫ്ലവർ ഇരിക്കണേ, അതൊന്ന് പുറത്തെടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് ഒന്ന് കഴുകട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ അടുപ്പിൽ വെച്ച ആ ഒരു വെള്ളം ഒന്ന് ചൂടാവുമല്ലോ. എന്നിട്ട് അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് കോളിഫ്ലവർ. ആ ഒരു സമയം കൊണ്ട്, അത് ചൂടാവുന്ന സമയം കൊണ്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. കട്ട് ചെയ്തിട്ട് ആദ്യം പച്ചവെള്ളം കൊണ്ടൊന്ന് കഴുകിയെടുക്കുമല്ലോ. അപ്പോൾ വെള്ളം ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഈ കോളിഫ്ലവർ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അത്രയുള്ളതിന് ശേഷം കൊണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയിട്ട് മാറ്റി വയ്ക്കും കേട്ടോ. പിന്നെ അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഊറ്റി മാറ്റി വയ്ക്കുകയാണ്. ആ ഒരു സമയത്ത് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു നുള്ളി ചിക്കൻ മസാല, പിന്നെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ, മുളക് പൊടിയല്ല, പിന്നെ കോൺഫ്ലവറും കൂടെ ചേർത്തു. ഇതിലേക്ക് എനിക്ക് തോന്നുന്നു എന്താ പറയുക, നമ്മൾ ഓൾറെഡി ഉപ്പും മഞ്ഞൾപ്പൊടി ആ ഒരു കോളിഫ്ലവർ വേവിക്കുന്ന സമയത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇടുമ്പോൾ കൂടിപ്പോവാതെ നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ആവശ്യത്തിന് തന്നെ പിന്നെ ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഊറ്റി വെച്ചിരുന്ന അത് നേരത്തെ വെള്ളമൊക്കെ മാറ്റി വെച്ചിരുന്ന ആ ഒരു കോളിഫ്ലവറിന് അതിലേക്ക് ഇട്ടിട്ട് മസാലയൊക്കെ അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് പിന്നെ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയിൽ വറ്റൽമുളക് ഒന്ന് മൂപ്പിച്ചിട്ട് കൊണ്ട് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഗോതമ്പ് ദോശ കേട്ടോ. ഗോതമ്പ് ദോശ ഞാൻ വല്ലാതെ കാണിക്കാൻ വിചാരിച്ചല്ല, പക്ഷേ നമ്മുടെ ആ ഒരു മുളകൊന്ന് തണുക്കണ സമയത്തിനുള്ളത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വറ്റൽമുളകിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് കറക്കിയെടുത്തു. പിന്നെ അതിലേക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് 2 ചെറിയുള്ളിയും ചെറിയൊരു ഇഞ്ചി കഷ്ണം പിന്നെ തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കും. പിന്നെ അതിലേക്ക് നമ്മൾ പുളി ചേർക്കും, അതായത് കുറച്ച് പുളി എടുത്തിട്ട് കുറച്ച്. അപ്പോൾ ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ആ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടേ, ഒക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട്, മീൻസ് അതിൻ്റെ ആ ഒരു നീരൊക്കെ കിട്ടാൻ വേണ്ടി, പുളി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് കുറച്ച്, അത്രയും തന്നെ പുളി ഞാൻ ചേർത്തില്ല, കുറച്ച് നല്ല പുളിയായിരിക്കും അത്. അപ്പോൾ കുറച്ച് പുളി അതിൻ്റെ മീതെ കൂടെ ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് കറക്കിയെടുത്തു കേട്ടോ. അപ്പോൾ നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു പോവുകയല്ലെന്നാൽ അടിപൊളിയായി കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ ഈ പാലിലേക്ക് തന്നെയാണ് ചമ്മന്തി ഇട്ട് കൊടുക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ആ പാലിൽ നമ്മൾ മുളക് വറുത്തപ്പോഴുള്ള വെളിച്ചെണ്ണയിലാണ് മുളക് വറുത്തത്. അപ്പോൾ അതിൻ്റെ എണ്ണ ആ പാലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചമ്മന്തിനെ കൂട്ട് അതിലേക്ക് തന്നെ എടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പാലിലുള്ള എണ്ണ അങ്ങോട്ട് പോവുകയല്ല, നമുക്കതിലേക്ക് തേങ്ങ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അമ്മിയിലൊക്കെ നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കും പോലെ കയ്യിൽ വെച്ച് ഉരുട്ടിയെടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചമ്മന്തി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനിടയിൽ നമ്മുടെ ദോശയും ചെറുപയറുകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്ന് പിന്നെ അതൊന്നും ഞാൻ കാണിച്ചില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. വെളിച്ചെണ്ണയിലല്ല കേട്ടോ ഫ്രൈ ചെയ്യണ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ കോളിഫ്ലവർ അങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുകയാണ്. ശരിക്കും ഇത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഒരു മെത്തേഡായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ മസാലയും ഒക്കെ ചേർക്കണോണ്ട് തന്നെ ചെറിയ അതിൻ്റെ ഒരു സ്മെല്ലും കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ തത്തയ്ക്ക് മാത്രമാണ് ഇത് ഒരുപാട് ഇഷ്ടം. കിച്ചുമോൾക്ക് ഇഷ്ടമല്ലേന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ്, പക്ഷേ അവർക്ക് ഓവർ വലിയ താല്പര്യമൊന്നും അതിനോടില്ല.
വെറുതെ ഇങ്ങനെ തിന്നും, പക്ഷേ ചോറിൻ്റെ കൂടെ വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അവൾക്ക് ചോറാക്കിയ സമയത്ത് കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ. കാരണം അവൾക്ക് അത്ര വലിയൊരു ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവളെ ചോറിലേക്ക് കുറച്ചാണ് വെക്കണത്. പിന്നെ ചമ്മന്തിയും കൂടിയാണ് വെച്ച് കൊടുക്കണത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരാളിങ്ങനെ ചോദിച്ചത് കൊണ്ടാണെന്നുള്ളത് ചെയ്യണേ. പിന്നെ രാവിലത്തെ ഏറെ വീഡിയോസിൽ ഇവരുടെ ചോറും പാത്രത്തിലേക്ക് ചോറും കറിയൊക്കെ ആക്കണ ആ ഒരു വീഡിയോ ഞാൻ എപ്പോഴും ചെയ്യലുണ്ട്, കാണിക്കലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ കോളിഫ്ലവറൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയൊക്കെ ഒന്ന് കോരി മാറ്റി വെക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചോറ് കണ്ടു, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായി. ഞാൻ പറഞ്ഞ ദോശ കണ്ടോ, ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറുപയർ കറിയായി, ചമ്മന്തിയായി, കോളിഫ്ലവർ ഫ്രൈ ചെയ്തു, പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറും റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് ചോറ് പാത്രത്തിലാക്കാം. ഞാൻ അതായത് ലഞ്ച് ബോക്സിൻ്റെ ഒരു ഇത് കാണിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എനിക്കിത് പൊലിമ കൂട്ടാൻ വേണ്ടിയിട്ട് കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഇവർ കിച്ചൺ മോളെ പട്ടിയനെയൊക്കെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും ഒന്ന് മതിട്ടോ എന്ന് പറയും. ഏതെങ്കിലും ഒന്ന് മതിട്ടോ, എല്ലാം കൂടെ വയ്ക്കണ്ട പറയും. പക്ഷെ ഞാൻ എന്താ പറയുക, ഒന്ന് മാത്രം കൊടുത്തു വിടുമ്പോൾ എന്തോ ഒരു ഇത് തോന്നും. അപ്പോൾ എന്തെങ്കിലും സൈഡായിട്ട് ചിലപ്പോൾ ഒരു ഉപ്പേരി ആണെങ്കിൽ സൈഡിൽ ഒരു അച്ചാർ വയ്ക്കും, അതല്ലെങ്കിൽ ഒരു ഉപ്പേരി ആണെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ഫ്രൈ ഐറ്റംസ് ആണെങ്കിൽ ഒരു ഫ്രൈ ഐറ്റംസും അല്ലെങ്കിൽ ഒരു ഉപ്പേരി ഉണ്ടാക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും കോളിഫ്ലവർ വറുത്തതും പിന്നെ നല്ല വറ്റൽമുളകും തേങ്ങ ചമ്മന്തിയാണ്. പിന്നെ വേണമെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ മുട്ടയൊക്കെ തിന്നുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ, മുട്ട ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ഒരു മുട്ട ഓംലേറ്റും കൂടെ അതിലേക്ക് വെച്ചാൽ എന്താ പറയുക, നല്ല കുശാലായി, ലഞ്ച് നല്ല അടിപൊളിയായി. പക്ഷെ അത് ഞാൻ വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഷോയ്ക്ക് വെക്കുന്നതാവും. കാരണം ഇവർ തിന്നില്ല മുട്ട. ഞാൻ പറഞ്ഞല്ലോ, അപൂർവമായിട്ട് മുട്ട കഴിക്കുള്ളൂ. അത് മുട്ട വെച്ചിട്ടുള്ള എന്തെങ്കിലും റെസിപ്പികളൊക്കെ നമ്മൾ ഉണ്ടാക്കുമല്ലോ. ഇപ്പോൾ ബ്രെഡ് ഫ്രൈ ചെയ്യുക, അതിനൊക്കെ മുട്ട വേണമെന്ന്, അങ്ങനെയുള്ളതൊക്കെയാണെങ്കിൽ അവർ കഴിക്കുന്നതാണ്. അതേ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് ചോറുണ്ണുക എന്നൊക്കെ പറഞ്ഞാൽ അപൂർവമായിട്ട് ഇവർ ചെയ്യുള്ളൂ. എപ്പോഴെങ്കിലുമൊക്കെ സ്കൂളിലേക്ക് തീരെ കൊടുത്ത് എത്താറുണ്ട് അമ്മ എന്ന് പറയും. അപ്പോൾ എന്തായാലും ഇനി ചോറൊക്കെ പാത്രമില്ലാക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ലൈവിൽ വന്നപ്പോൾ 1-2 പ്രാവശ്യം ആരോ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. റിക്വസ്റ്റഡ് വീഡിയോ ആണ്, ലഞ്ച് ബോക്സിൻ്റെ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.